ജാനകിയും നയനയും ദേവയാനയും കൂടിയിട്ട് റൂമിൽ സംസാരിക്കുന്നത് നമ്മുടെ നവ്യ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാണ്. അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെപ്പാടെ നവ്യ അപ്സെറ്റ് ആവുകയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ അഭിയോടോ മറ്റുള്ളവരോടോ ഇവൾ പറയുന്നില്ല കേട്ടോ. അറിഞ്ഞ ഭാവം പോലും ഇവൾ നടിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയാല് അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഇവക്കറിയാലോ. അതുകൊണ്ട് തന്നെ അഭിനെ എങ്ങനെയെങ്കിലും തന്നെ ചതിച്ചതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യാണെങ്കിൽ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അഭിയും ജലജയും കൂടെ സംസാരിക്കുകയാണ്. അഭി പറയുന്നുണ്ട്, നവ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇളക്കി വിടണം. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവൾ കാരണം ഈ വീട് തല്ലി പിരിയണം. എല്ലാവരും പല വഴിക്കോട്ട് പോണം. അപ്പോ അവക്കും കിട്ടും ഒരു വീരം. അതും കൊടുത്ത് അവളെ പറഞ്ഞയക്കണം. എന്നിട്ട് എനിക്ക് വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് പുറത്തു നിന്ന് നവ്യ കേൾക്കാണ്. ഇത് കേട്ട് ചങ്ക് പൊട്ടി പോകട്ടോ നമ്മുടെ നവ്യയുടെ. അവളെ മനസ്സിൽ കരുതിയിരിക്കുന്നത് അഭിക്ക് തന്നെ ഭയങ്കര സ്നേഹമാണെന്നാണല്ലോ. അതും കൂടെ കേട്ടപ്പോ പാവം തകർന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് ജലജ അഭിയോട് പറയാണ്, എടാ അവള് കാരണമാണ് നീ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നത് പോലും. അത് നീ മറക്കണ്ട. നീ ഇപ്പോ അവളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് അവള് നിന്നെ ഉപേക്ഷിച്ച് പോകണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കുഞ്ഞാ അവളുടെ കയ്യിലുള്ളത്. അപ്പോ അവള് നിന്നെ ഉപേക്ഷിക്കുന്നൊക്കെ തോന്നുന്നുണ്ടോടാ? എന്റെ അമ്മേ, അതിനൊക്കെ വഴിയുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞയക്കും. എന്നിട്ട് വേണം എനിക്കൊരു കോടീശ്വരി പുത്രിയെ കല്യാണം കഴിക്കാനായിട്ട്. പിന്നീടുള്ള കാലം ഒരു രാജാവിനെ പോലെ എനിക്ക് സുഖിച്ച് കഴിയണം. അല്ലാതെ അവളെ വഹിച്ചു നടക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയാണ്. അപ്പോ ഈ കിടന്നുറങ്ങുന്ന നിന്റെ മകനോ? പിന്നെ മകൻ ഇതൊക്കെ അവളെ കാണിക്കാനുള്ള എന്റെ സ്നേഹപ്രകടനം മാത്രമേ. അപ്പൊ ജലജ പറഞ്ഞിട്ട്, എടാ എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ, അത് നീയാ. നിന്നെ ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിനക്കെന്താ നിന്റെ മോനോട് അത്രയ്ക്ക് സ്നേഹമില്ലാത്തത്? അമ്മേ, ഞാൻ ആഗ്രഹിച്ച് സ്നേഹിച്ച് കിട്ടിയതൊന്നും അല്ലല്ലോ നവ്യനെ. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടല്ല അവൾ ഗർഭിണിയായതും. അതുപോലെ തന്നെ ഈ കുട്ടി ഉണ്ടായതിനോടും എനിക്കൊരു താല്പര്യമില്ലെന്ന് അമ്മയ്ക്കറിയാലോ. ഗർഭസമയത്ത് തന്നെ അവളെ ഇല്ലാതാക്കാൻ നമ്മൾ എന്തോരം ശ്രമിച്ചതാ. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനും അമ്മ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അന്ന് അമ്പലത്തിൽ വെച്ച് അവളെ എണ്ണയൊഴിച്ച് വീഴ്ത്തി ശൂലത്തിൽ വയറ് കുത്തിക്കയറ്റാൻ ശ്രമിച്ചതും, അതുപോലെ തന്നെ പപ്പായ ജ്യൂസ് മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുത്തതും, അതുപോലെ ആ അനാമിക വിഷ കൊടുക്കുന്ന സമയത്ത് നോക്കിയിരുന്ന കാര്യങ്ങളെല്ലാം അഭി അപ്പൊ ജലജയോട് പറയുന്നുണ്ട്. അത്രമാത്രം അവളോട് എനിക്ക് വെറുപ്പാ. പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ അതൊക്കെ ഒരു അഭിനയല്ലേമേ, അവളെ ഒന്ന് മയക്കിയെടുക്കാൻ. ജലജ പറഞ്ഞിട്ട്, നോക്കിയും കണ്ടൊക്കെ കളിക്കണം. അവളുടെ കയ്യിലാ ഇപ്പൊ നമ്മുടെ പിടിവള്ളി. അവളെങ്ങാണ് സത്യങ്ങൾ അറിഞ്ഞാലേ അതോടൊക്കെ അത് കഴിഞ്ഞു നിന്റെ കഥ. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യ് എന്നും പറഞ്ഞിട്ട് ജലജയുടെ പറയുമ്പോഴേക്കും നവ്യ പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോവാണ്. ജലജ ആ മുറി നിറങ്ങിപ്പോകുന്നുണ്ട്. കണ്ണുനീര് തുടച്ചിട്ട് നവ്യ മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. മോളെ, നീ എവിടെ പോയതാ? ദേ കണ്ണിനടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം കണ്ടോ? രാത്രി 10 മണി കഴിഞ്ഞു. നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ദേ മോൻ ഉറങ്ങി, നീ കിടന്നുറങ്ങ്. ഞാൻ ഉറങ്ങിക്കോളാം അബി. ആ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പാല് കുടിച്ചോ? ആ കുടിച്ചു. എങ്കിലേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ നിനക്ക് ഷൂട്ടുണ്ടോ? ഷൂട്ടിങ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലെന്നോ? അതെന്താ നീ പോവാത്തത്? നീ പോണം നവ്യേ, നിനക്ക് അതിന്ന് വരുമാനം കിട്ടുന്നല്ലേ. അയ്യോ അതുകൊണ്ടല്ല ബി, എനിക്ക് നല്ല ക്ഷീണം. 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഓടി നടക്കല്ലേ പരസ്യത്തിൻ്റെയൊക്കെ പിന്നാലെ. എത്ര മാസങ്ങൾ കൊണ്ട് ഞാൻ അതിന് പിന്നാലെ നടക്കാണ്. ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ സമ്പാദിക്കുകയും ചെയ്തു. ഇപ്പം എനിക്ക് നല്ല പേരും പ്രശസ്തിയുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ അഭിനയിക്കാതെ വല്ലപ്പോഴും ഒരാടൊക്കെ ചെയ്യുന്നത് നല്ലത്. അയ്യോ നവ്യേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറ്റും? നമുക്കേ ഈ തറവാട്ടിലോട് പ്രതികാരം ചെയ്യണ്ടേ. അതിന് നീ ഇറങ്ങി തിരിച്ചാലേ പറ്റുള്ളൂ. നവ്യ പറയാണ്, എന്തായാലും ഞാനൊരു 2-3 ദിവസം ലീവ് എടുക്കാൻ പോവാ. എനിക്ക് വയ്യ അബി, ഒന്ന് റെസ്റ്റ് എടുക്കണം. ആ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അബി അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് നവ്യ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളും താൻ സ്നേഹിച്ചത് ഒരു വിഷപ്പാമ്പനെയാണെന്ന് അവൾ അറിഞ്ഞില്ലല്ലോ. അവൾക്ക് ചങ്ക് പൊട്ടുന്ന വിഷമമായിട്ടോ അവൾ മനസ്സിലോർക്കാണ്, എൻ്റെ ഈശ്വര, ഞാൻ എന്തുമാത്രം എൻ്റെ അബിയെ സ്നേഹിച്ചതായിരുന്നു. പക്ഷെ അവൻ എന്നെ ചതിക്കുക. അപ്പോ നയനയും നന്ദു ഒക്കെ പറഞ്ഞത് എത്ര സത്യമാണ്. അവർ ചെയ്തതെല്ലാം സത്യമാണ്. അവനെ ജയിലിലാക്കിയത് അത്ര ദിവസം കുറഞ്ഞു പോയി. അത്ര ഒന്നും ആയിരുന്നില്ല. ജീവിതകാലം മുഴുവനും അവനെ ജയിലിടാനായിരുന്നു. എൻ്റെ മോനെക്കുറിച്ച് പോലും അവൻ പറഞ്ഞത് കേട്ടില്ലേ? എത്ര തവണ അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോ അമ്പലത്തിൽ വെച്ച് ആ എണ്ണ ഒഴിച്ചത് ഇവനായിരുന്നല്ലേ? എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ദ്രോഹി. അന്ന് ദേവേനി അമ്മായി ഉണ്ടായിരുന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് അവളൊന്ന് പൊട്ടിക്കരയാണ്.
എന്നെ ഉപയോഗിച്ച് അമ്മയും മോനും കൂടി നല്ല പ്ലാനിങ്ങാ ചെയ്യുന്നത്. എന്നെ ഉപയോഗിച്ച് ഈ വീട് വെട്ടിക്കേറിയിട്ട് അവന് പോയി സുഖിക്കണം പോലും വേറെ പെണ്ണിന്റെ കൂടെ. ഞാൻ അതിന് സമ്മതിച്ച് ചേർന്നുണ്ടാ. നീ നോക്കിയിരുന്നോ, നിനക്കിട്ടുള്ളത് ഞാൻ തരുന്നുണ്ട് എന്നിങ്ങനെ നവ്യ പറയാണ് കേട്ടോ. നവ്യ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഉറക്കം വരുന്നില്ല. അവളുടെ പരസ്യലായിട്ട് നോക്കാണ്. ഈ വീട്ടുകാര് തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അവരെ നാണം കെടുത്താനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് നവ്യ ഓർക്കാണ്. അപ്പോൾ കാരണം നവ്യ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നവിക്ക് വേണ്ടിയാണ് ആദർശവും നയനയും ഒക്കെ സത്യങ്ങൾ മറച്ചു വെച്ചതെന്ന്. അതുപോലെ തന്നെ വീട്ടിലുള്ള ജലജയ്ക്കും അഭിക്കും അല്ലാതെ ഈ സത്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമെന്നും അവൾക്ക് മനസ്സിലായി. അവൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ത്യാഗം ആദർശ് ചെയ്തെന്നും സമൂഹത്തിന് മുന്നിലും ആളുകളുടെ മുമ്പിലും ഇത്ര അപമാനിതനായിട്ട് ഒരു വൃത്തികെട്ടവനായിട്ട് ആദർശ് ജീവിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായി. മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും തനിക്ക് വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്യാനും ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നവിക്ക് മനസ്സിലാവുന്നുണ്ട്. നവിക്കാണെങ്കിലോ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അവള് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലേക്ക് മുത്തശ്ശന് മുമ്പിൽ പോയി കാലുമേ കാലും വെച്ചിരുന്ന് അദ്ദേഹത്തോട് അഹങ്കാരത്തോടെ സംസാരിച്ചതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് വലിയ മനുഷ്യനാ. ഓരോരുത്തര് അദ്ദേഹത്തിന് കാൽക്കൽ വന്ന് വീഴാറുണ്ട്. എത്രയോ പേർക്ക് നല്ലത് ചെയ്യുന്ന ആളാ. മന്ത്രിമാരെ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് നമസ്കാരം പറഞ്ഞ് നിൽക്കുമ്പോഴാ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ കാലുമേ കാലും ഇട്ട് അത്രയൊക്കെ തർക്കുത്തരം പറഞ്ഞത്. എന്നിട്ട് പോലും എന്റെ എല്ലാ കൊള്ളരുതായ്മയും അദ്ദേഹം ക്ഷമിക്കായിരുന്നു. അദ്ദേഹത്തിന് തറവാട്ടിലെ ഒരു പെൺകുട്ടിയായിട്ട് പോലും അത്രയും മോശപ്പെട്ട വസ്ത്രം ധരിച്ച് അത്രയും വൾഗറായിട്ടുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ചിട്ട് പോലും അദ്ദേഹം ഒരു വാക്ക് പോലും എന്നെ പറഞ്ഞില്ല. പലപ്പോഴും അദ്ദേഹത്തിന് ദേഷ്യമൊക്കെ കടിച്ചമർത്തായിരുന്നു. ഞാൻ ജീവിക്കാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ജീവനിലിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയണം എന്ന് തന്നെ നവി വിചാരിക്കുന്നുണ്ട്. നവി അപ്പോൾ തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മുത്തശ്ശൻ്റെ അരികിലേക്ക് പോവാണ്. മുത്തശ്ശന്റെ കഥനെ പോയി മുട്ടുമ്പോഴേക്കും മുത്തശ്ശൻ ഡോർ തുറക്കുന്നുണ്ട്. എന്താ നവ്യ മോളെ ഈ രാത്രിയില്? അകത്തേക്ക് കയറിയിട്ട് നവ്യ കഥ കുറ്റിയിടുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ രാത്രി, എന്ത് പറ്റി, മോൾ ഉറങ്ങിയില്ലേ? കുഞ്ഞുറങ്ങിയോ? അവൻ ഉറങ്ങി മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് വന്ന് മുത്തശ്ശന്റെയും കാൽക്കിലേക്ക് വീഴുന്നുണ്ട്. അയ്യോ നവ്യ മോളെ, നീ എന്തായി കാണിക്കുന്നേ? നവ്യേ എഴുന്നേക്ക് നവ്യേ എന്നും പറഞ്ഞ് മുത്തശ്ശിയും കൂടി നവ്യനെ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ല, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കാൽക്കിൽ കിടന്നാലും മതിയാവില്ല. അത്രത്തോളം തെറ്റുകൾ ഞാൻ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയുമ്പോ മുത്തശ്ശി ചോദിക്കാണ്, എന്താ മോളെ നവ്യേ, മോൾ എഴുന്നേറ്റിട്ട് കാര്യം പറയാം. നവി അപ്പോഴേക്ക് എഴുന്നേറ്റിട്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മോളെ നവി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തിനാ മോളെ പൊട്ടിക്കരയുന്നേ? ഈ മുത്തശ്ശിയോട് പറ. മുത്തശ്ശൻ ചോദിക്കാണ്, നവി മോളെ എന്താ പറ്റിയത്? അബി എന്തെങ്കിലും പറഞ്ഞോ, അല്ല മോളെ തല്ലിയോ, എന്തെങ്കിലും ചെയ്തോ? എന്താ മോളെ? മുത്തശ്ശ, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു മുത്തശ്ശ. അപ്പോഴേക്ക് മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ മോളെ, മോൾ എന്താ ഈ പറയുന്നേ? അബിയുടെ കുഞ്ഞ ചന്തുമോള് അല്ലേ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിയും ഒന്ന് ഞെട്ടി നിൽക്കാണ്. മുത്തശ്ശി ചോദിക്കാണ്, മോളിതെങ്ങനെ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞു മുത്തശ്ശി. ജാനകി ചെറിയമ്മയോട് ദേവയാനിയമ്മയും അതുപോലെ തന്നെ നയനയും കൂടെ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു കേട്ടതാ. എനിക്ക് വേണ്ടി ആദർശേട്ടൻ ആ ഒരു ദുഷ്പേരെല്ലാം ഏറ്റെടുത്ത് ത്യാഗം ചെയ്യാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ജീവിക്കാൻ വേണ്ടി, ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലെ എല്ലാവരും എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. അനിയും ചെറിയമ്മയും ചെറിയച്ഛനും ജയച്ചനും അതുപോലെ ദേവയാനി വല്യമ്മയും നയനയും ആദർശേട്ടനും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം അത് മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശി. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, മോളെ ഈ സത്യങ്ങളെല്ലാം ഒരുപാട് മുമ്പേ ഞങ്ങൾ അറിഞ്ഞതാ. ഈ കാര്യം എങ്ങാനും മോളോട് പറഞ്ഞാല് മോൾ ആത്മഹത്യ ചെയ്യുന്ന പലതവണ പറഞ്ഞല്ലോ. മോളുടെ അമ്മയെ കൊണ്ട് പോലും ഞങ്ങൾ പറയാൻ ശ്രമിച്ചു. അപ്പോളാ മോള് തന്റെ ഭർത്താവിന് അങ്ങനെ തെറ്റുപറ്റിയാല് ആത്മഹത്യ ചെയ്യുന്നവരെ പറഞ്ഞത്. അത് പേടിച്ചിട്ടാ ഞങ്ങൾ ആരും ഒന്നും പറയാതിരുന്നത് എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. മുത്തശ്ശി ചോദിക്കാണ്, മോളെ നീ അബിയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചോ? ഇല്ല മുത്തശ്ശി, ഞാനൊന്നും ചോദിച്ചില്ല. ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ മുറിയിലേക്ക് ചെല്ലായിരുന്നു. ആ സമയത്താ അവനും അവന്റെ അമ്മയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ഞാനാ അവരുടെ കരു. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ നീക്കാൻ വേണ്ടി അവരെന്നെ ഉപയോഗിക്കാം. ഈ വീട് വെട്ടിമുറിക്കണമെന്നാ അവര് പറയുന്നത്. എന്നെ വെച്ച് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അമ്മയും മകനും കൂടിയിട്ട്. ഈ വീട് രണ്ടാക്കി വീതം ചോദിക്കണം പോലും, അതും എന്നെ കൊണ്ട് ചോദിപ്പിക്കാനാണ് അവർ ഉദ്ദേശം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് അത് സ്വത്തുക്കളെല്ലാം നേടിയിട്ട് എല്ലാവർക്കും ഓരോ വഴിക്ക് പോവാന്നാ അവൻ പറയുന്നത്. അതിനുശേഷം അവൻ വേറെ വിവാഹം കഴിക്കുമെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. എന്നോട് അവനൊരു തുള്ളി പോലും താല്പര്യമില്ലെന്നാ പറഞ്ഞ മുത്തശ്ശ. അത് കേട്ടപ്പം എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇത്രയും ദിവസം അബിക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്.
ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചു മുത്തശ്ശ. അതിനുള്ള ശിക്ഷയാ എനിക്ക് കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. നവി പറയുന്നുണ്ട്, അത് മാത്രമല്ല അവൻ വേറെയും കുറെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ വെച്ച് അവൻ സമ്പാദിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നതെല്ലാം അവന്റെ തീരുമാനമായിരുന്നു. പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവനെ നിർബന്ധിച്ച് എന്നെ പറഞ്ഞയച്ചത്. ഡയറക്ടർമാരുടെ വിളിച്ചിട്ട് എനിക്ക് വേണ്ട വേഷങ്ങൾ പോലും അവനാ സെലക്ട് ചെയ്തത്. ഞാൻ അതുപോലത്തെ വേഷങ്ങൾ ഇടില്ലെന്ന് പറഞ്ഞപ്പോൾ അവനാ പറഞ്ഞത് ഈ തറവാടിനെ നാണം കെടുത്താനായിട്ട് ആ വേഷങ്ങൾ ഇട്ടേ പറ്റുള്ളെന്ന്. മുത്തശ്ശനെയും ഈ തറവാടിന്റെയും പേര് നശിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം അവൻ എന്നെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചതാണ്. എന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ദേഷ്യവും വാശിയും കാരണം ഞാനും എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കായിരുന്നു മുത്തശ്ശ. എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ കൈ പിടിച്ച് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. മോളെ നവിയെ, സാരമില്ല, എല്ലാം ഞങ്ങൾക്കറിയായിരുന്നു. നീ അവൻ കളിപ്പിക്കുമ്പോൾ ആടുന്ന പാവയാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. നിന്റെ മനസ്സിലെ അവനുള്ള സ്നേഹമാണ് അതിനെല്ലാം കാരണമെന്നും ഞങ്ങൾ മനസ്സിലാക്കിയതാ. അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചൊന്നും മറുപടി പറയാതിരുന്നത്. ഈ വീടിന്റെ തറവാടിന്റെ പേരും പ്രശസ്തിയെല്ലാം ഞാൻ കാരണം നഷ്ടപ്പെട്ടല്ലേ മുത്തശ്ശ. ഞാനിനി അഭിനയിക്കാൻ പോവില്ല, സത്യമായിട്ടും ഞാൻ പോവില്ല. മുത്തശ്ശൻ പറയാണ്, മോൾ അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഫീൽഡിൽ അങ്ങനൊന്നും ആർക്കും ഇത്ര പെട്ടെന്ന് തിളങ്ങാൻ കഴിയില്ല. എല്ലാവരും കൂടി എന്നെ പൊട്ടലാക്കുമായിരുന്നു മുത്തശ്ശ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എൻ്റെ അമ്മയ്ക്കും അച്ഛനെല്ലാം ഇതറിയാമല്ലേ? അറിയാം മോളെ, മോളുടെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ നന്ദുമോക്കും എല്ലാവർക്കും ഇതറിയാം. ഈ വീട്ടിലറിയാത്തത് നിന്റെ അമ്മായിമ്മയ്ക്കും നിന്റെ അബിക്കും മാത്രമാണ്. അത് നിന്റെ അബിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ സ്വന്തം മോന്റെ കൊച്ചാണ് ചന്തുമോളെന്നുള്ള കാര്യം നിന്റെ അമ്മായിമ്മയ്ക്ക് അറിയില്ല, ജലജയ്ക്ക്. അതെന്തായാലും ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. അബി പോലും അവളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ചന്തുമോള് അവന്റെ കൊച്ചാണെന്നുള്ള കാര്യം എൻ്റെ അമ്മായിമ്മയ്ക്ക് അറിയില്ല. ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു. ഞാൻ പറയുന്ന പ്രവർത്തിച്ചതെല്ലാം നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചു, സഹിച്ചു. ആദർശേട്ടനെ നിലം കൂപ്പുത്തിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു. അതെല്ലാം തന്നെ എല്ലാവരും ക്ഷമിച്ചല്ലോ. എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും പേരുണ്ടല്ലോ, അത് ഓർക്കുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും ദിവസവും ഞാൻ ആരുമില്ല, ഈ വീട്ടിലെ ആരുമില്ലെന്നോർത്ത് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു മുത്തശ്ശ. പക്ഷേ ഇനി ഞാൻ എന്തൊക്കെ അഭി പറഞ്ഞാലും ഒരിക്കലും വിശ്വസിക്കില്ല. അവന്റെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായി. പാല് കൊടുത്ത കൈക്കനെ കൊത്തുന്ന വിഷപ്പാമ്പ അവനും അവന്റെ അമ്മയും. അത് മാത്രല്ല, അന്ന് ഈ വീട്ടിലേക്ക് ഒരു മൂർഖനെ കയറ്റി വിട്ടില്ലേ, അത് അഭിയും അവന്റെ അമ്മയും തന്നെയാ. മുത്തശ്ശി ചോദിക്കാണ്, എന്റെ ഈശ്വര അവരോ? അതേ മുത്തശ്ശി, എന്റെ അമ്മായിമ്മയാണെങ്കിൽ റൂമിൽ പലവട്ടം പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ കണ്ടതാ. അഭിയും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നത് കണ്ടു. അന്ന് രണ്ടുപേരും രാവിലെ മുതൽ തന്നെ നല്ല ടെൻഷനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പേടിച്ച് ഓടി നടക്കുകയായിരുന്നു. അപ്പൊ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയതാ. പിന്നെ ഞാൻ അതിനെപ്പറ്റി മിണ്ടാതിരുന്നതാണ്. മുത്തശ്ശൻ പറയാണ്, എനിക്ക് അന്ന് സംശയം തോന്നിയതാ. അതെന്ന് നയനമോക്കിട്ട് അവൻ ആ പണി വെച്ചത്. നയനമോളാണല്ലോ ഈ സംഭവങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഇത്രയൊക്കെ ആക്കിയത്. അത് മാത്രല്ല, നയന പലതവണയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാ അവൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചത്. ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് മാത്രമാ മോളുടെ അനിയത്തി ഇപ്പൊ ജീവനോടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നവി പറയാണ്, മുത്തശ്ശ അത് മാത്രല്ല, മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പോ വന്നില്ലായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാരും കൂടി അന്ന് അമ്പലത്തിലേക്ക് പോയിരുന്നു. ആ സമയത്ത് ഞാൻ ഗർഭിണിയായ സമയത്ത് അവിടെ കുറച്ച് എണ്ണ കിടപ്പുണ്ടായിരുന്നു. അതിൽ തട്ടി ഞാൻ നേരെ പോയത് ഒരു ശൂലത്തിലേക്ക് എന്റെ വയർ തറയ്ക്കാനായിട്ട് പോയി. ആ സമയത്ത് ദേവേനെ വല്യമ്മയാ എന്നെ വന്ന് രക്ഷപ്പെടുത്തിയത്. ഇന്ന് ഞാൻ കേട്ടു അവർ തമ്മിൽ പറയുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയ പണിയായിരുന്നത്. അബിയ അവിടെ എണ്ണ ഒഴിച്ച് മനപ്പൂർ എന്നെ വീഴ്ത്താൻ ശ്രമിച്ചത്. അതോടെ കേട്ടപ്പോ ഞാൻ തകർന്നു പോയി മുത്തശ്ശ. എന്റെ കൂടെയുള്ള തന്നെ എന്റെ കാലിനാണല്ലോ എന്റെ ജീവനെടുക്കാൻ ശ്രമിക്കാനുള്ളെന്ന് കരുതിയപ്പോ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോകും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് നവിയ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്തായാലും മോൾ ഇപ്പൊ പൊക്കോ, അവന് സംശയം തോന്നില്ലേ? ഞാൻ പോവാം. അവനെന്തായാലും പുറത്തേക്ക് പോയിട്ടുണ്ട്. അറിയില്ല, ആരെയൊക്കെയോ ഫോൺ ചെയ്യുകയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അവന്റെ നീക്കങ്ങളെല്ലാം ഞാൻ വീക്ഷിക്കും. അപ്പോ മുത്തശ്ശനെ അറിയിച്ചു തരാം എന്ന് പറയാണ്. മോൻ എവിടെ എന്ന് ചോദിക്കുമ്പം അവൻ ഉറക്കുക. അവനോട് പോലും അവന് യാതൊരു താല്പര്യമില്ല മുത്തശ്ശ. ഞാൻ കരുതിയത് എന്റെ മോനെന്ന് വെച്ചാൽ അവന് ജീവനാണെന്നാ. അവൻ പറയുക അവൻ ഒരിക്കലും ഇഷ്ടമില്ലാതെയാണ് ആ കുട്ടി ഉണ്ടായത്. അതുകൊണ്ടാണ് ആ കുട്ടി അവൻ കൊല്ലാൻ ശ്രമിച്ചത്. ഇപ്പൊ പോലും അവൻ കൊല്ലാൻ സാധ്യതയുണ്ട്. അവനെ മാത്രമല്ല ചന്തുമോളെ കൂടി അവൻ കൊന്നുകളയുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയാണ്. മോളുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇത്രയും മാറ്റം ഉണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ ഉറപ്പായി ഞങ്ങൾ നേരത്തെ പറഞ്ഞേനെ. പക്ഷെ മോൾ ആത്മഹത്യ ചെയ്യുവോ, മോൾ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ പേടിച്ചാ ഞങ്ങൾ എല്ലാവരും മറച്ചത്. ഇല്ല മുത്തശ്ശ, അവനോട് ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അവന് എന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവായിരുന്നെങ്കിൽ ശരിയാ,
അവനൊരു ആപത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും അവന്റെ കൂടെ തന്നെ പോയേനെ. പക്ഷെങ്കിൽ ഇത് അങ്ങനെയല്ലല്ലോ. അവൻ എന്നെയും എന്റെ മകനെയും തുള്ളി പോലെ സ്നേഹിക്കുന്നില്ല. ഞങ്ങളെ ചതിക്കുകയല്ലേ ആ വൃത്തികെട്ടവൻ. ഇനി ഒരിക്കലും അവനെ ഞാൻ സ്നേഹിക്കില്ല. അവന് വേണ്ടി ഞാൻ ഇതിന് എന്റെ ജീവിതം കളയുന്നത്. മുത്തശ്ശൻ പറയാണ്, മോള് പരസ്യത്തിൽ അഭിനയിക്കാവൊന്നും ഇരിക്കണ്ട. അതൊക്കെ മോള് ചെയ്തോ. ഇതൊക്കെ മോക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. മോളുടെ പേരിൽ ഞങ്ങൾ അറിയപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ മാന്യമായ വസ്ത്രധാരണം, അതുപോലെ തന്നെ മാന്യമായ കണ്ടന്റും, അന്യപുരുഷന്മാരുമായിട്ട് അടുത്തിടപെടലുകൾ അഭിനയം വേണ്ട. അതുപോലെ തന്നെ വൾഗറായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. സോറി മുത്തശ്ശ, ഒത്തിരി സോറി. മുത്തശ്ശന്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് നാട്ടുകാർ കണ്ട് അത് ഒത്തിരി പ്രശ്നമാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് ദോഷവും ഞാൻ കേൾപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ. സാരില്ല മോളെ, ഒന്നും സാരില്ല. മോളെല്ലാം മനസ്സിലാക്കിയല്ലോ, അത് മതി മുത്തശ്ശ. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മൂന്നുപേരും മാത്രം അറിഞ്ഞാൽ മതി. അവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. നിങ്ങളോടെങ്കിലും വന്ന് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. മറ്റാരും ഈ രഹസ്യങ്ങളൊന്നും അറിയണ്ട. ഞാൻ അറിഞ്ഞുള്ള കാര്യവും ആരും അറിയണ്ട. അബിക്കും എന്റെ അമ്മായിമ്മക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയാണ്, എന്റെ ഈശ്വര, വലിയൊരു മഴ പെയ്ത് തോർന്ന പോലായി എന്റെ മനസ്സ്. നവ്യ എങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ഇതാവായിരുന്നു. മുത്തശ്ശൻ പറയാണ്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ. ഇപ്പോഴായിരിക്കും അതിന്റെ സമയമായത്. നേരത്തെ അറിയുന്നെങ്കിൽ ഒരുപക്ഷെ അവളുടെ റിയാക്ഷൻ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. അവളോടൊരാൾ നേരിട്ട് പറയുന്നതും അവൾ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് വസുന്ധരെ. എന്തായാലും ആ കുട്ടിയുടെ മനസ്സ് മാറി അവൾ നമ്മുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞില്ലേ, അതിൽ കൂടുതൽ എന്ത് വേണം എന്ന് പറയാണ്. മുറിയിലേക്ക് പോയി നവ്യ പൊട്ടിക്കരയാണ്. അബിയുടെ അനക്കം കേൾക്കുമ്പോഴേക്കും അവൾ കണ്ണു തുടച്ച് പതിയെ കുഞ്ഞിനരികിലേക്ക് പോയി കിടക്കുന്നു കേട്ടോ. അബി വന്ന് അവളുടെ അരികില് വന്ന് കിടക്കാണ്. അവൾ ഉറങ്ങിയോന്ന് അവൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഫോണിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നതും എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ കേൾക്കുന്നതും അവൾ ശ്രദ്ധിക്കാം കേട്ടോ. പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രാത്രിയിൽ നവ്യ ഉണരുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൽ നിന്നും അനഘനെ കൊല്ലാനായിട്ട് ആ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഫോണിലുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ അവളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്യാണ്. ആ വോയിസും ആ വീഡിയോസും അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അവൾ കോപ്പി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ പെൺകുട്ടികളുടെ വാട്സപ്പ് ചാറ്റൊക്കെ അവൾ കാണാൻ കേട്ടോ. ഇപ്പോഴും പല പെൺകുട്ടികളുമായിട്ട് അവൻ മറ്റുള്ള റിലേഷൻഷിപ്പിലുണ്ടെന്നുള്ള കാര്യം നവ്യക്ക് മനസ്സിലാവാണ്. ഒന്നൊന്നും അല്ല, ഒരുപാട് പെൺകുട്ടികളെ അവൻ വലവീശി പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കാൻ കേട്ടോ. അവനുണ്ടാക്കുന്ന കാശെല്ലാം അവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും ഹോട്ടലിലും ഒക്കെ പോയിട്ടാണ് അവൻ ചെലവാക്കുന്ന കാര്യങ്ങളും അവൾ മനസ്സിലാക്കാണ്. തന്റെ ഭർത്താവ് ഇത്രയ്ക്ക് ഒരു നീചനും വൃത്തിയോടനാണല്ലോ എന്നോർത്ത് അവൾ ചങ്ക് പൊട്ടി രാത്രിയിൽ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. പതിയെ അവന്റെ ഫോണ് അവളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങാണ്. അബിക്കിട്ട് എന്തായാലും നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് ആലോചിച്ച് നവ്യ അവിടെ കിടക്കാണ് കേട്ടോ. അതിൽ നിന്നും പിറ്റേ ദിവസം പാർക്കിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണാന്ന് അബി വാക്ക് കൊടുക്കുന്നു കേട്ടോ. അവളാണെങ്കിലോ അവനോട് ഒരു സ്വർണ്ണ മോതിരം ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് അബി പറയുന്നുണ്ട്, സ്വർണ്ണ മോതിരം എന്തിനാ, നിനക്ക് ഞാനൊരു സ്വർണ്ണ മാല തന്നെ അങ്ങോട്ട് ഇട്ട് തരും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ വായിച്ചിട്ട് നവ്യ ഭയങ്കര വിഷമിച്ച് കിടക്കുകയായിരിക്കും. പിറ്റേ ദിവസം രാവിലെ അനക്കം കേട്ട് നവ്യ പതിയെ കണ്ടുവന്ന് നോക്കുമ്പോഴേക്കും നവ്യ കാണാതെ മുത്തശ്ശി അവക്കാട് കുറെ സ്വർണ്ണങ്ങൾ കൊടുത്തിരുന്നല്ലോ. ആ ആമാടപ്പെട്ടിൽ നിന്നും അവനാണെങ്കിലോ ചെറിയൊരു മാല എടുക്കാണ്. എങ്ങനെ പോയാലും അത് 2-3 പവൻ മാല കാണും കേട്ടോ. ആ പെണ്ണിനെ വളയ്ക്കാനായിട്ട് അവൻ ആ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പതിയെ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. ഇത് നവ്യയെ കാണുകയാണ്. നവ്യ ഈ കാര്യങ്ങൾ പോയിട്ട് മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല മോളെ, പിടിച്ചിട്ട് അവൻ 2 കൊടുക്കണം. ഇല്ല മുത്തശ്ശ, ഇത് വേറെ രീതിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവനെന്തായാലും എന്നെ പറ്റിച്ച് ഏതൊരു പെണ്ണിന് ആ മാല കൊടുക്കാൻ പോയതല്ലേ, അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. മുത്തശ്ശി കുഞ്ഞിനെ നോക്കണം, ഞാൻ എന്തായാലും അവന്റെ പിന്നാലെ തന്നെ പോവാ എന്നും പറഞ്ഞിട്ട് അവളൊരു ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയാണ്, ഇപ്പോഴും ഇവനൊരു ഒരു ഒതുക്കം ഉണ്ടായിട്ടില്ലല്ലോ. എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ കാരണം നശിക്കുന്നത്. പാവം നവീമോള്, അവളുടെ ജീവിതം ഇപ്പൊ തുലാസിലല്ലേ. ഇമാതിരി വൃത്തിയുടെ കൂടെ അവളിനി എങ്ങനെ ഈ ജീവിതത്തിൽ മുഴുവൻ ജീവിക്കും എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയാണ്, അങ്ങനെ ജീവിക്കണമെന്ന് അവൾക്ക് തലയെടുത്തൊന്നുമില്ലല്ലോ. അവനെ വേണ്ടെങ്കിൽ അവൾക്ക് ഉപേക്ഷിക്കാം. എന്നിട്ട് ഈ വീട്ടിൽ അവൾ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായി കഴിയും. അവൾക്ക് വേറെ വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവന്റെ മോനെ വളർത്തി അവളുടെ സന്തോഷമായിട്ട് ജീവിക്കും. ഞാനേ ആ അബിയെ അടിച്ച് പുറത്താക്കും. നവയ്ക്ക് വേണ്ടി ഈ വീടിന്റെ ഒരു ഭാഗം തന്നെ ഞാൻ അങ്ങ് എഴുതി കൊടുക്കും എന്ന് മുത്തശ്ശൻ പറയാൻ കേട്ടോ. മുത്തശ്ശന്റെ തീരുമാനം എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നവ്യാണെങ്കിൽ സ്കൂട്ടി എടുത്തുകൊണ്ട് അബി കാണാതെ അവന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അബിയാണെങ്കിൽ പാർക്കിലാണെങ്കിൽ ആ
ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. അപ്പൊ നവിയാണെങ്കിലോ അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഏർപ്പാടാക്കുന്നുണ്ട്. ആ ഫ്രണ്ട് ആണെങ്കിൽ അബിയോടൊന്ന് സംസാരിക്കാണ്. അബി പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ എനിക്ക് അറിയില്ലല്ലോ ആരാന്ന്, ഞാനൊരു ഫ്രണ്ടിനെ വെയിറ്റ് നിൽക്കാം. എന്താ അബി നീ ഇങ്ങനെ പറഞ്ഞത്, എന്നെ നീ മറന്നുപോയോ? നമ്മള് എത്രയോ കാലം പ്രേമിച്ച് നടന്നോ? നിങ്ങൾ എന്തായി പറഞ്ഞേ? എനിക്ക് നിങ്ങൾ അറിയത്തുകൂടിയില്ല. അങ്ങനൊന്നും പറയല്ലേ അബി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അബിയുടെ കൈ കയറി പിടിക്കുക കേട്ടോ. എന്നിട്ട് അയ്യോ ഇയാൾ എന്റെ കൈ കയറി പിടിച്ചേ, ഓടി വരണേ എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ കിടന്ന് കാറുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അബിയെ കാണാൻ വന്നൊരു കാമുകി ഉണ്ടായിരുന്നല്ലോ. ഈ രംഗം കണ്ട് അവള് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയാണ്. ശരിക്കും നമ്മുടെ നവിയുടെ ഒരു പ്ലാനായിരുന്നു കേട്ടോ ഇത്. അബിക്ക് രണ്ടിനെ കൊടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനായിരുന്നു. വന്ന നാട്ടുകാരെല്ലാം അവനെ ശരിക്ക് പഞ്ഞിക്കിടുന്നുണ്ട്. എന്റെ കയ്യെ പിടിച്ച് വലിച്ചു, ദേ എന്റെ മാല ഇയാളെ പൊട്ടിച്ചെടുത്തു എന്ന് പറയാണ്. അപ്പോഴേക്കും അബി അയ്യോ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആ പെൺകുട്ടി പറയാണ്, ദേ ഇവന്റെ ഈ വലത്തെ പോക്കറ്റിലായിട്ട് എന്റെ ഒരു മാലയുണ്ട്, ഏകദേശം 3 പവനോളം വില വരും എന്നും പറഞ്ഞിട്ട് ആ മാലയുടെ ഒരു ഡിസൈനും കൂടി അവൾ എല്ലാരെയും കാണിച്ചു കൊടുക്കാണ്. ഈ രീതിക്കുള്ള ഒരു മാലയാ അവന്റെ പോക്കറ്റിലുണ്ട്, നിങ്ങൾ നോക്ക്, ദേ എന്റെ കഴുത്തിന് അവനിപ്പോ പൊട്ടിച്ചെടുത്തുക എന്ന് പറയുമ്പോഴേക്കും അവന്മാര് വന്ന് നാട്ടുകാരെല്ലാം കൂടിയിട്ട് അബിയുടെ പാന്റെ പോക്കറ്റ് തപ്പി നോക്കാണ്. അപ്പോതാ അവള് പറഞ്ഞല്ലോ തന്നെ ഒരു മാല ഇരിക്കുന്നു. എടാ കള്ള, നീ ഈ പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചല്ലേ? അത് മാത്രമല്ലാതെ അവളുടെ കയ്യിലും പിടിച്ച് വലിച്ചല്ലേ? അതെ, ഇയാളിനോട് മോശമായി സംസാരിച്ചു. മാല പൊട്ടിച്ചെടുത്തപ്പോഴേക്കും ഞാൻ ഇയാളുടെ മാല തരാൻ പറഞ്ഞപ്പോഴേക്കും എന്റെ കൂടെ അയാളുടെ കൂടെ ചെല്ലാനാ അയാളെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരകാണ്. ഈ സമയത്ത് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും പോലീസിനെ വിളിക്കാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നത് വേറെ ആരുമില്ല, നമ്മുടെ നന്ദു ആയിരിക്കും. മേഡം, ദേ പട്ടാപ്പകല് ഒരു പെണ്ണെ കഴുത്തുന്ന മാല പൊട്ടിച്ചു, അതുകൂടാതെ ആ പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു, ആരാവൻ എന്ന് പറയുമ്പോൾ നോക്കുമ്പോഴേക്കും അടി കൊണ്ട് ഇഞ്ച് പരുവായിട്ട് നമ്മുടെ അബി നിൽക്കാണ്. ഓ ഇയാളാണോ? ഇയാളെ എന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാ, ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാ, ഇങ്ങോട്ട് വന്ന് കേരള എന്നും പറഞ്ഞുകൊണ്ട് അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദു പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ട് നവിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകുന്നുണ്ട്. ആ കൂട്ടുകാർ വന്ന് നവിയുടെ കയ്യിലേക്ക് ആ മാല തിരികെ കൊടുക്കുകയാണ്. എങ്കിലും നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ നവിയെ, സാരമില്ല, ഒരാവശ്യ സമയത്ത് നീ എന്നെ സഹായിച്ചല്ലോ, ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറയാണ്. ആ ഒന്നും സാരമില്ല, നമ്മുടെ ഫ്രണ്ട്സിനിടയ്ക്ക് എന്തിനാ നന്ദി? പിന്നെ ഇതുപോലൊരു വൃത്തിയോട്ടന്റെ കയ്യിൽ നിന്നും എത്രയും പെട്ടെന്ന് നീ രക്ഷപ്പെടാൻ നോക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. അത്രയും വലിയ തറവാടല്ലേ നിനക്കുള്ളത്, അവരിൽ നിന്ന് ഒരു വിഹിതം വാങ്ങിയിട്ട് നീ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കേ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അനുപമേ, അതിനുശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ, എന്നിട്ടാട്ടെ എന്ന് ഇവളെ പറയാണ്. അങ്ങനെ നവി തിരികെ അനന്തപുരിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി ചോദിക്കാണ്, നവിയെ നീ രാവിലെ ഇത് എവിടെ പോയതാ? കുഞ്ഞിനെ മുത്തശ്ശിനെ ഏൽപ്പിച്ചിട്ട്? അത് പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. നയനെ പറയാണ്, ചേച്ചി ഇപ്പൊ എങ്ങോട്ട് പോകുന്നോ എവിടെ പോകുന്നോ ഇവിടെ ആർക്കും അറിയില്ല, തന്നെ ഇഷ്ടം കാണിച്ച് അടക്കല്ലേ, പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് നയനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നവ്യ മുത്തശ്ശന്റെ മുറിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശനും പറയുന്നുണ്ട്, ദേ അവൻ കൊണ്ടുപോയ മാല. അല്ല മോളെ, ഇതെങ്ങനെയാ മോള് തിരിച്ചു പിടിച്ചത്? അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശൻ പറയാണ്. എന്തായാലും മോൾ ഒളിപ്പോര് തുടങ്ങിയല്ലേ, അത് തന്നെയാ വേണ്ടത്. നാട്ടുകാരുടെ കയ്യിൽ നിന്നും അവന് ശരിക്കും കിട്ടിയല്ലോ, ഇത് പോരാ മോളെ, അവൻ ശരിക്കും അനുഭവിക്കണം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല മുത്തശ്ശ, നന്ദുവിനെ നിന്ന് കിട്ടിക്കോളും. നന്ദു ആണല്ലോ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്, അവളുടെ ദേഷ്യവും വാശിയും എല്ലാം അവന്റെ മേത്തവള് തീർത്തോളും, അതാ എനിക്ക് സമാധാനം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ മാല എന്നിട്ട് നവിയാണെങ്കിൽ അത് അവളുടെ ആമാടപ്പെട്ടിയെ കൊണ്ട് വെച്ചിട്ട് പൂട്ടി താക്കോലും കൊണ്ട് മുത്തശ്ശിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇവിടെ ഇരിക്കുന്നത് നല്ലത് മോളെ, അവന്റെ കാര്യം പറയാൻ പറ്റില്ല, ആ ആമാടപ്പെട്ടിയോടെ വേണമെങ്കിൽ അവനത് കൊണ്ടുപോകും. ഇനി അത് നടക്കില്ല മുത്തശ്ശി, ഞാനുണ്ടല്ലോ, ഞാനിപ്പോ സ്ഥലങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയാണ്. മോൾക്കിന്ന് ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ? ഇല്ല മുത്തശ്ശി, 2-3 ദിവസത്തേക്ക് ഞാൻ പോകുന്നില്ല. ആ മനസ്സാകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് പോകാൻ വയ്യ. അല്ല മോളെ, ഇനിയിപ്പോ അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ആര് പോകാൻ? ഞാൻ പോവാനോ? ഒരിക്കലും പോവില്ല. അവന്റെ അമ്മയുണ്ടല്ലോ, അവൻ ഇത്രയും പ്രസവിച്ച് പിഴപ്പിച്ച് വളർത്തിയ അവന്റെ അമ്മ, അവര് പോട്ടെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട്. ഞാൻ കുറെ അഭിനയിക്കും അവനുള്ള സ്നേഹമുള്ളതുപോലെ, അത്രേ ഉള്ളൂ. പക്ഷേങ്കില് നവ്യ ആരാണെന്ന് അവനൊരു ദിവസം അറിയും. അന്ന് അവൻ ഇതുപോലൊന്നും ആയിരിക്കില്ല. അവന്റെ പേടി നിങ്ങളെല്ലാം കാണാൻ പോണേ ഉള്ളൂ എന്ന് നവ്യ പറയാൻ കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ നവ്യയുടെ അങ്കപ്പോരാണ് കേട്ടോ, ഒളിപ്പോരാണ്. നമ്മുടെ അഭിയായിട്ട് ഇക്ഷ എണ്ണ വരപ്പിക്കും കേട്ടോ. ആ ഒരു സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.